കരയാത്തൊരു രാത്രിയില്ല. അമ്മയെ തല്ലും, വല്യമ്മയെ തല്ലും, കിട്ടിയാൽ ആരെയും തല്ലും. നാൽപ്പത്തിമൂന്ന് വയസ്സുകാരന് 2 കണ്ണിനും കാഴ്ച തിരിച്ചു വരും. ഇവൾ അത്ഭുതാവും. മാമേ, എന്റെ പേരെന്തുവാ? ആൽബി. വയസ്സ് 10 വയസ്സാവുന്നു. പ്രശ്നമാ ഭയങ്കര, മൊത്തം പ്രശ്നമാ. എന്റെ അപ്പനും അമ്മയും എന്ത് ചെയ്യും? അമ്മ ഇവനെ ഓർത്ത് കരയാത്തൊരു രാത്രിയില്ല. അമ്മയെ തല്ലും, വല്യമ്മയെ തല്ലും, കിട്ടിയാൽ ആരെയും തല്ലും. സത്യാണോ? സത്യ. ഇന്ന് രാവിലെ കുഞ്ഞു മാറാൻ പോവാ. യേശുവിനെ അടിമുടി മാറ്റാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ഒന്ന് ആത്മാവിൽ സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്തോ. അടകനഘടക ശൈഡമാനിയാന്തരഘടകസിയ അർദ്ധമൽ പ്രവനഘടക ശംഭവാനിയാതന. ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ വലിയ വിടുതൽ ഈ കുഞ്ഞിന്റെ മേൽ സംഭവിക്കാനായിട്ട് പോകുകയാ. ഈ രാവിലെ ഞാൻ അങ്ങനെ വെളിപ്പാട് കാണുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഈ അമ്മയും വല്യപ്പനും വല്യമ്മയും കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ഏറിയ നാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവനെ നേരെ ഇളയ കുഞ്ഞിനെ ഇഷ്ടമല്ല. അല്ല, ആ കുഞ്ഞിന്റെ പേരെന്തുവാ? അലീന. അലീനയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. മോനെ, അലീനെ ഇഷ്ടമല്ലേ? അല്ല. എന്താ അലീനെ ഇഷ്ടമല്ലാത്ത കുഞ്ഞിന്? അവളെ വേണ്ടേ? വേണ്ട. ചെറിയ കാര്യമുണ്ടേ. കണ്ട, ഇന്ന് രാവിലെ ഇവൻ മാറും. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതരമൊന്ന് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഈ 10 വയസ്സുള്ള മകനെയും കൊണ്ട് ഈ പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും കുടുകൂട കരഞ്ഞിവിടെ നിൽക്കുക. എല്ലാവരും അതരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും നാവൊന്ന് ചലിപ്പിച്ചെന്ന് രാവിലെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ വെച്ച് ഇന്ന് രാവിലെ ദൈവം ഇവന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. ഇവിടെ വെച്ച് ഇവന്റെ അവസ്ഥ ദൈവം മാറ്റാൻ പോകുകയാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് യേശുവിന്റെ നാമത്തിലൊന്ന് പ്രാർത്ഥി. ഇവന്റെ മനസ്സിനകത്ത് പിശാച് കയറിക്കൂടിയ ഒരു ആധിപത്യമുണ്ട്. ആ വീട്ടില് ഇവർ രണ്ടും കൂടെ കണ്ടാൽ ഒന്നാളാണ്. അട്ടിനാശവും വെള്ളപ്പൊക്കവും. ഇവന്റെ അമ്മ അതിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. അടിച്ചാലൊന്നും ഇവൻ ഏക്കത്തില്ല. ഇല്ല, അന്നേരം നീറുപോലാവും. ഈ ദേഷ്യം വരുമ്പോ ഇവന്റെ ശരീരത്ത് വേറെ ആരോ ഉള്ള പോലെ ഇവന് ശക്തിയുണ്ട്. സത്യം സത്യം. എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ ഇവിടെ വെച്ച് ഈ കുഞ്ഞിന്റെ കെട്ട് ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. വിളിച്ച എല്ലാരും കൂടെ ആധരം തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് ഇന്ന് രാവിലെ ആ നാമത്തിന് സ്തോത്രം ചെയ്തേ. ഉടകൽ കമനഘടക ശംബര ഹാർമനഘടക ശൈഡമാനകസിയ. ഇവന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു വിടുതൽ ഉണ്ടാകണം. ഇവരുടെ കുടുംബത്തിനകത്തുള്ള കഷ്ടതകൾ ഇന്ന് രാവിലെ മാറിപ്പോകാൻ ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കാൻ എല്ലാവരും ഒന്ന് ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. ഉടമന ഹടകതന മന്ദരിയാന്തകന ഘടക വേദമന ഘടകം ശൈഡ പ്രബോരക അൽമമേ രമന ഘടക സന്ദുരാധന തസിയ വേദമന ഘടക ശബ്ദരാധന. ആരാ കുവൈറ്റിലുള്ള? രണ്ടാമത്തെ മോള് കുവൈറ്റില്. ബഹ്റിനിലുള്ള ആരാ? മരുമോൻ. ഇവന്റെ അപ്പൻ അത് മരുമോനാ, മൂത്ത മരുമോൻ. അവിടെ ഒരു കുഞ്ഞു കാര്യമുണ്ട്, അത് വ്യക്തിപരമായിട്ട് ഞാൻ പറയും. ഇന്ന് രാവിലെ ഇവൻ രക്ഷപ്പെട്ടിരിക്കും. അലീനെ ഉപദ്രവിക്കുന്ന ഉപദ്രവം ഇന്ന് ഇവിടെ വെച്ച് പൊട്ടും. അത് അപ്പാടെ മാറിപ്പോകും. ഇവന്റെ മേൽ വരുന്ന ശല്യത്തിന്റെ ഒരു ആത്മാവുണ്ട്.
എന്ന് വെച്ചാൽ ഇവനെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അതുപോലെ ഇവൻ പെരുമാറും. അതിവന്റെ സ്വയമല്ല. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടത്? ഉണ്ട്. ഇവന്റെ സ്വയമല്ല. അല്ല, ഈ കുഞ്ഞു പാവ. ഇവനെ രക്ഷപ്പെടുത്താതിരിക്കാനുള്ള കേട്ടാ ഞാനൊരു ദൂത് പറയാം. ഇവനൊരു മെഡിക്കൽ ഡോക്ടറാകും. ആ രൂപത്തിൽ ദൈവനെ ആദരിക്കും. ഇവനൊരു മെഡിക്കൽ ഡോക്ടറായിട്ട് മാറും. നിങ്ങൾ കണ്ടോ ഈ കുഞ്ഞ് കരയുന്ന കണ്ടോ? വിളിച്ചേ നിങ്ങളെല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളല്ല. അതരമൊന്ന് തുറന്ന് വിളിച്ചേ. ഇവന്റെ മേലെ ഒരു അത്ഭുതവും ദൈവത്തിന്റെ പ്രവർത്തിയും ഇന്ന് രാവിലെ നടക്കുക. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പറയുക. ഇവനെ കുഞ്ഞു പ്രായത്തിൽ എങ്ങും അല്ലാതാക്കി കളയാൻ ഒരു പോരാട്ടമുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാരും കൂടെ കൈയടിച്ചു വിളിച്ചേ. അർമ്മമനഘടക സംബരാധന. അവർക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു വരാൻ പോവാ. ഈ കുടുംബത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഇന്ന് രാവിലെ പൊട്ടിമാറാൻ പോവുക. യേശുവിന്റെ മഹത്വവും ശക്തിയും. അമ്മവാ, അമ്മവാ, അവിടെ നിൽക്കി പോവരുത്. അമ്മേ, വെള്ളം കൊണ്ട് പ്രയാസം അല്ലയോ? ആർക്കാ കണ്ണ് കാണാത്തെ? മോന്റെ പേര് പറ. സുനില്. യേശുവിനോട് പറയുക, മോന്റെ കാഴ്ച തിരിച്ചു വരും. ഇന്ന് രാവിലെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. എല്ലാരും കൂടെ കൈയടിച്ചു വിളിക്കാമെങ്കിൽ യേശുവേ ഉറക്കെ ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാരും കൂടെ അധരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച നാമത്തെ ഇന്ന് രാവിലെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. കൈയടിച്ചൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്ന സകല ദൈവമക്കളും കൈയടിച്ച് ഈ രാവിലെ ഒന്ന് സ്തോത്രം ചെയ്തോ. അമ്മച്ചിയുടെ മോൻ എത്ര വയസ്സുണ്ട്? 43 വയസ്സുണ്ട്. 43 വയസ്സുകാരന് 2 കണ്ണിനും കാഴ്ച തിരിച്ചു വരും. കാഴ്ച തിരിച്ചു വന്ന് അവൻ എലോഹിമി കയറി വരും. ഈ സ്റ്റേജിൽ നിന്ന് യേശുവിനെ ഉയർത്തും. അവൻ ആണും പെണ്ണുമായിട്ട് ഇവള് അത്ഭുതാവും. ഇവളെ കൊണ്ട് ഭയങ്കര സങ്കടം. അവിടെ അമ്മയ്ക്ക്, അവിടെ അപ്പന്, വല്യമ്മയ്ക്ക്. ഇന്ന് രാവിലത്തെ കിടപ്പായി പോയി അമ്മ. ഒറ്റ മോളെ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. കുഞ്ഞെ പേര് പറ. നീ രക്ഷപ്പെടും. നീ രക്ഷപ്പെടും. നീ ആള് മാറും. ഈ വല്യമ്മയുടെ ഒറ്റ ആഗ്രഹമുള്ളൂ, നീ ഒന്ന് രക്ഷപ്പെട്ട് കാണണം. അതുമാത്രമാ നിന്റെ വല്യമ്മയുടെ മനസ്സിനകത്ത് ഒറ്റ ആഗ്രഹമുള്ളത്. എല്ലാരും കൂടെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. എല്ലാ ദൈവമക്കളും കൂടെ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്തേ. ഈ വീടിനകത്ത് വ്യാപരിക്കുന്ന അമ്മച്ചിയുടെ വീട് എവിടാ? പുത്തങ്കാവില്. അമ്മച്ചി, ആ വീട്ടിൽ മൊത്തം അനർത്ഥ. ഈ മോനെ കണ്ണു കാണാതായിട്ട് എത്ര നാളായി? ഉള്ളതാ. പ്രഷർ കൂടിയാ? നിങ്ങൾ കേട്ടോ? പക്ഷെ എന്നോട് ദൈവം പറയുന്നു, അവന്റെ കാഴ്ച തിരിച്ചു വരും. ഇവള് രക്ഷപ്പെടും. ഇവൾ അത്ഭുതമാകും. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ മേലുണ്ടാകും. ഇവളെ കുറിച്ച് ഒരു 3-4 സങ്കടമുണ്ട്. അവള് പറഞ്ഞാൽ കേൾക്കത്തില്ല. അല്ലയോടി, പഠിക്കത്തുമില്ല. അവള് തലയാട്ടി കണ്ടോ? സുന്ദരി മോള്. കണ്ട, ശരിക്കും കുഞ്ഞെ നിന്റെ സ്വഭാവം അല്ല ഇത്. ബാംഗ്ലൂരിലെയോ? കുഞ്ഞെ, നീ ഇപ്പൊ മാറാൻ പോവാ. നീ മാറ്റാൻ പോവാ. നീ പഠനത്തിൽ മിടുക്കിയായിട്ട് വരും. നിന്റെ അപ്പൻ നിന്നെ കണ്ട് സന്തോഷിക്കും. ആ നിലകളിൽ നീ അനുഗ്രഹിക്കപ്പെടും. മെഡിക്കൽ പരമായ ഒരു കാര്യം നീ പഠിക്കും. ഡോക്ടറിലെ MBBS അല്ല,
മെഡിക്കൽ പരമായി മറ്റൊരു കാര്യം നീ പഠിക്കും. പഠിച്ച് നീ ഒരു വിദേശ രാജ്യത്ത് പോകും. ആ നിലയിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വിരുദ് തെറ്റിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഒരാധിപത്യത്തിന്റെ ചങ്ങലയുണ്ട്. ഇന്ന് രാവിലെ അത് പൊട്ടിമാറും. അമ്മേ, ഈ മോൻ രക്ഷപ്പെടും. ഇന്ന് തൊട്ട് വീട്ടിൽ വഴക്കുണ്ടായിരിക്കത്തില്ല. ഇല്ല, വഴക്കുണ്ടാക്കോ ഇന്ന്? ഇല്ല, പറയില്ലെന്ന് പറ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച അവന് വേണ്ടി. വയസ്സ് 10 ഉള്ളൂ. ഈ അമ്മയും അപ്പനും വല്യപ്പനും വല്യമ്മയും ആദ്യമായിട്ടൊരു പെന്തിക്കോസ് മീറ്റിംഗ് വരുവാ. അവർക്കറിയത്തില്ല ഈ മീറ്റിംഗിൽ ആദ്യമായിട്ട് അവർ വരുവാ. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, ഈ കൊച്ചിന്ന് രാവിലെ രക്ഷപ്പെടും. അവന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും.
ഉറവിടമായി